നമസ്കാരം. ഈ ഭൂമിയിൽ എണ്ണമറ്റ സിദ്ധന്മാർ ജീവിച്ചു മറഞ്ഞിരിക്കുന്നു. ഇന്നും പല സിദ്ധന്മാരും നമുക്കറിയാതെ ജീവിച്ചു വരുന്നു. തമിഴ്നാട്ടിലെ പുകഴ്പെറ്റ 18 സിദ്ധന്മാരിൽ വ്യത്യാസമായ കാഴ്ചപ്പാടുള്ള കുദംബെ സിദ്ധരെ പറ്റി മനസ്സിലാക്കാം. പൊതുവെ സിദ്ധന്മാർ മരണഭയത്തെ ജയിച്ച മഹാന്മാർ. അവരാൽ ഏതും സാധിക്കും. അവർ നീരിലും നെരുപ്പിലും വാഴാൻ പ്രാപ്തിയുള്ളവർ, കൂടുവിട്ട് കൂടുപായുന്നവർ, ആകാശമാർഗം സഞ്ചരിക്കുന്നവർ, യോഗത്താലും ധ്യാനത്താലും ബുദ്ധിയെ നിയന്ത്രണത്തിലാക്കുന്നവർ, അതിലേറെ ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ആരോഗ്യ ജീവിതത്തിനും മുൻതൂക്കം കൊടുക്കുന്നവർ. കുദംബെ സിദ്ധരുടെ ജന്മദേശം തമിഴ്നാട്ടിൽ തഞ്ചാവൂരാണെന്നാണ് അനുമാനം. അദ്ദേഹം യാദവർ കുലത്തിൽ പശുക്കളെ മേയ്ക്കുന്ന തൊഴിൽ ചെയ്തിരുന്ന മാതാപിതാക്കൾക്ക് മകനായി ആടിമാസം വിശാഖ നക്ഷത്രത്തിൽ അവതരിച്ചതായി പല പുസ്തകങ്ങളിൽ പരാമർശമുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. കുദംബെ സിദ്ധരുടെ മാതാപിതാക്കൾക്ക് കുറച്ചുകാലം കാത്തിരുന്ന് കിട്ടിയ ആൺകുഞ്ഞിന് പെൺകുഞ്ഞുങ്ങളെപ്പോലെ അതീവ സൗന്ദര്യവും മുഖശ്രീയും ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ ഭംഗിക്ക് പെൺകുഞ്ഞുങ്ങളെപ്പോലെ കാതിൽ ഒരു കുദംബെ അണിയിച്ചു അദ്ദേഹത്തിന്റെ പുണ്യവതിയായ മാതാവ്. കുദംബെ എന്നത് തമിഴ്നാട്ടിൽ സ്ത്രീകൾ കാതിലണിഞ്ഞിരുന്ന ഒരു പഴയ കാലത്തെ കമ്മൽ. കുദംബെ അണിഞ്ഞ സ്ത്രീകളെ കുദംബായ് എന്ന് വർണ്ണിക്കുന്നത് സഹജം. കുദംബെ എന്ന ആഭരണത്തെ കാതിലണിഞ്ഞിരിക്കുന്നതിനാൽ ഈ സിദ്ധർക്ക് കുദംബെ സിദ്ധർ എന്ന നാമം വന്നു. ആ കമ്മലിന്റെ ഭംഗിയിൽ മകനെ കുദംബെ എന്ന് അമ്മ കൊഞ്ചിച്ചു വിളിക്കാൻ ആരംഭിച്ചതിനാൽ സിദ്ധർക്ക് ആ പേര് തന്നെ നിലനിന്നു. ആരെല്ലാം ഈ കുഞ്ഞിനെ വാത്സല്യത്തോടെ കാണാൻ വരുന്നുവോ അവർക്കെല്ലാം പിറ്റേന്നാൾ ഈ ആഭരണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായെന്നും ഈ കുഞ്ഞാണ് അതിന് കാരണക്കാരനെന്ന് ജനങ്ങൾ അന്നേ മനസ്സിലാക്കിയിരുന്നെന്നും കഥയുണ്ട്. ചെറുപ്രായത്തിലെ കുദംബെയാർ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തി പൂജകളിൽ പങ്കുകൊള്ളുന്നത് ശീലമാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ കുദംബെയാരുടെ 16-ാമത്തെ വയസ്സിൽ ഒരു നാൾ അദ്ദേഹം വീട്ടുവാതിൽക്കൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തേടി ഒരു യോഗീശ്വരൻ എത്തി. കുദംബെയാരോട് യോഗീശ്വരൻ ഇങ്ങനെ പറഞ്ഞു: കുദംബെ, നീ സാധാരണ മനുഷ്യനല്ല. ജ്ഞാനം ലഭിച്ച് മനുഷ്യകുലത്തിന് സദ്ഗതി അരുളാൻ പ്രാപ്തിയുള്ളവൻ. നിന്റെ മാതാവ് നിനക്ക് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നടക്കുകയില്ല. കാരണം നീ സിദ്ധർവൃത്തിയിലേക്ക് കാലടി എടുത്തു വെച്ചവൻ. നീ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവത് ദർശനത്തിനായി ഒരു കാട്ടിൽ തപസിരുന്നവൻ. പക്ഷേ വിധി വൈപരീത്യത്താൽ ഭഗവാനെ കാണാൻ സാധിക്കാതെ നിന്റെ ആയുസ് കുറിക്കപ്പെട്ടതിനാൽ ആ കാട്ടിലുണ്ടായ കൊടുങ്കാറ്റിൽ നീ തപമിരുന്ന മരം നിന്റെ മേൽ ചാഞ്ഞ് തപനിലയിൽ ഇരുന്നപാടെ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. വീണ്ടും തപജീവിതം തുടരാനാണ് നീ ഈ ജന്മത്തിൽ പിറവിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ തപബലത്താലാണ് നിനക്ക് എന്നിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനാവുന്നത്. തപം എന്നത് എന്താണെന്നും അതിന്റെ മേന്മകളെപ്പറ്റിയും വിധിമുറകളെപ്പറ്റിയും യോഗസാധനകളെപ്പറ്റിയും വിശദീകരിച്ച് കുദംബെയാർക്ക് യോഗീശ്വരൻ ജ്ഞാനോപദേശം കൊടുത്തു. എല്ലാം താഴ്മയോടെ മനസ്സിലാക്കിയ കുദംബെയാർക്ക് ദീക്ഷ നൽകി ഇന്നു മുതൽ നീ കുദംബെ സിദ്ധർ എന്നറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ച് യോഗീശ്വരൻ അവിടെ നിന്നും പോയി. ഗുരു പോയ ദിശ നോക്കി വണങ്ങിയ ശേഷം കുദംബെയാർ മാതാവിനരികിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ മാതാവ് പലയിടങ്ങളിലായി സ്വഭാവ ഗുണമുള്ള പല പെൺകുട്ടികളെ മകന് വധുവായി നോക്കിവെച്ചിരുന്നു. മകന് ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുവോ അവളെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് പൂർണ്ണ സമ്മതം അറിയിക്കാൻ അവർ കാത്തിരുന്നു. കുദംബെയാർ എത്തിയപ്പോൾ മാതാവ് അദ്ദേഹത്തോട് വിവാഹകാര്യം സൂചിപ്പിച്ചു. പക്ഷേ അദ്ദേഹം മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു: മാതാവെ, ഉടൽ നിയന്ത്രണത്തിൽ വയ്ക്കാൻ വെൺകായമുണ്ട്, ചുക്കുണ്ട്, കുരുമുളകുണ്ട്. ഇവ മരുന്നാക്കി സേവിച്ചാൽ ഒരു പെണ്ണിന്റെ ഉടൽ നമുക്കെന്തിന്? സ്ത്രീ സുഖത്തിൽ ലഭിക്കാത്ത മനസുഖം കൂടെ ഈ മരുന്നിൽ ലഭിക്കില്ലേ? മകന്റെ ഇത്തരത്തിലുള്ള തത്വചിന്ത കേട്ട് അമ്പരന്ന ആ മാതാവ്, നീ എന്താണ് മകനെ സിദ്ധന്മാരെ പോലെ സംസാരിക്കുന്നത്? വാനപ്രസ്ഥത്തേക്കാൾ ഉയർന്നതാണ് ഗൃഹസ്ഥാശ്രമം. നീയൊരു വിവാഹം കഴിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കണമെന്ന എന്റെ ന്യായമായ ആഗ്രഹത്തെ നീ കാണാതിരിക്കരുത് എന്ന് പറഞ്ഞ് അവർ കരഞ്ഞു. പക്ഷേ ആ കണ്ണീർ കുദംബെയാരുടെ മനസ്സ് മാറ്റിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ യോഗീശ്വരൻ ദിവ്യശക്തിയാൽ കാണിച്ചു കൊടുത്ത തന്റെ കഴിഞ്ഞ ജന്മത്തിലെ തപജീവിതമായിരുന്നു. അന്ന് രാത്രി കുദംബെയാരുടെ മാതാപിതാക്കൾ ആഴ്ന്ന ഉറക്കത്തിലായപ്പോൾ അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ കതക് തുറന്ന് പുറത്തിറങ്ങി. നിലാവെളിച്ചത്തിൽ ശിവചിന്തയോടെ അദ്ദേഹം മനസ്സിനേക്കാൾ വേഗത്തിൽ നടന്ന് ഒരു കാട്ടിലെത്തി. പൂർവ്വജന്മത്തിൽ അദ്ദേഹം തപസിരുന്ന സ്ഥലമായിരുന്നു അത്. മുജ്ജന്മത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ചാഞ്ഞ മരത്തിന്റെ വേര് മാത്രം അവിടെ അവശേഷിച്ചിരുന്നു. പക്ഷേ കുദംബെയാർ ആ സ്ഥലം തിരിച്ചറിഞ്ഞിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അത്തിമരത്തിൽ പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടെന്നാർക്കും കാണാനാവാത്ത വിധത്തിലൊരു പൊത്തുണ്ട്. തന്റെ മാതാപിതാക്കളെങ്ങാനും തന്നെ തേടി കാട്ടിലെത്തിയാൽ തന്റെ തപജീവിതം എന്താകും എന്ന ചിന്തയിൽ അദ്ദേഹം ആ പൊത്തിനുള്ളിൽ കയറിയിരുന്നു. ആ അത്തിമരം ഇന്നും അവിടെയുണ്ടെന്നും അതിനുള്ളിൽ നിന്നും ഇടയ്ക്കിടെ നമശിവായ മന്ത്രോച്ചാരണം മുഴങ്ങാറുണ്ടെന്നും അത് കേൾക്കുന്നവർ ഭാഗ്യശാലികൾ എന്നും വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ എത്രയോ വർഷങ്ങൾ ഊണും ഉറക്കവുമില്ലാതെ ഭഗവാനെ കാണണമെന്ന ചിന്തയോടെ ആ മരപ്പൊത്തിനുള്ളിൽ തപസിരിക്കെ ഒരു നാൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു. കുദംബെ, നിനക്കിനിയും ഈ ഭൂമി വിട്ടു വരാൻ സമയമായിട്ടില്ല. ഈ ലോകത്തിൽ നിനക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ ഇപ്പോൾ ഇരിക്കുന്നത് വിന്ധ്യ മലയിലാണ്. ഇവിടെ പല ആനകളുണ്ട്.
ഈ ആനകൾക്ക് മന്ത്രങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തി അധികം. നാം നിനക്ക് മഴ പെയ്യിക്കാൻ ശക്തിയുള്ള വരുണമന്ത്രം ഉപദേശിക്കാം. ഈ മന്ത്രം നീ ഇവിടെയുള്ള ആനകളുടെ കാതിൽ കേൾക്കുന്ന മാതിരി ഉച്ചരിക്കണം. അവ ചിഹ്നം വിളിക്കുമ്പോൾ ആ ശബ്ദം മന്ത്രമായി പ്രപഞ്ചത്തിൽ ഒലിക്കും. അപ്പോൾ ഭൂമിയിൽ മഴ പെയ്യാൻ ആരംഭിക്കും. ഇപ്രകാരം ഭഗവാൻ കുദംബെ സിദ്ധർക്ക് അശരീരിയാൽ വരുണമന്ത്രം ഉപദേശിച്ചു. കുദംബെ സിദ്ധരും അപ്രകാരം ആനക്കൂട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് വരുണമന്ത്രം ഉച്ചരിച്ചു. മഴ പെയ്തു. കാടെല്ലാം സമ്പൽ സമൃദ്ധമായി. കാട്ടിലും നാട്ടിലുമുള്ള ജീവജാലങ്ങൾ സന്തോഷമടഞ്ഞു. ആരെല്ലാം വാസിയോഗ കല അഭ്യസിച്ച് ആഴ്ന്ന ധ്യാനത്തിൽ ഭഗവാനെ വണങ്ങുന്നുവോ അവരെല്ലാം കുദംബെ സിദ്ധരെ മാനസിക ഗുരുവായി ഏറ്റെടുത്ത് വർണ്ണജപം നടത്തിയാൽ ഇന്നും മഴ പെയ്യും എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. കുദംബെ സിദ്ധർ പ്രാപ്തിയുള്ള പലർക്കും വാസിയോഗ കലകൾ ഉപദേശിച്ചതായും പറയപ്പെടുന്നു. മാത്രമല്ല തന്റെ യോഗശക്തിയാൽ അശരണർക്കും രോഗികൾക്കും സഹായങ്ങളും ചെയ്തു വന്നു. കുദംബെ സിദ്ധർ 246 കീർത്തനങ്ങൾ രചിച്ചതായാണ് പറയപ്പെടുന്നത്. 11 സിദ്ധർകൾ ജ്ഞാനകോവെ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ 32 കീർത്തനങ്ങളുണ്ട്. യോഗജ്ഞാന ശാസ്ത്രത്തിരുട്ടിൽ മറ്റു കീർത്തനങ്ങൾ ഉള്ളതായും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിൽ ലോകജീവിതത്തെ വാഴ്ത്തിയും വെറുത്തും അദ്ദേഹം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിൽ കുദംബായ് എന്ന വാക്ക് പല പ്രാവശ്യം വരുന്നുണ്ട്. ചില കവികൾ മയിലിനോടും കുയിലിനോടും പറയുന്നത് പോലെ ജനങ്ങളോട് പറയാനുള്ളത് കുദംബെ സിദ്ധർ കുദംബെ എന്ന പെണ്ണിനോട് പറയുന്നത് പോലെയാണ് കീർത്തനങ്ങൾ. ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ലഭിച്ച സിദ്ധന്മാർക്ക് ഉടലിന് കായകൽപ്പം ആവശ്യമില്ല എന്നതടക്കം മറ്റു സിദ്ധന്മാരിൽ നിന്നും വ്യത്യാസമായ പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കുറച്ചുകാലം സ്ത്രീ ഉടലിൽ വാഴുന്നതായും കുറിപ്പുണ്ട്. കുദംബെ സിദ്ധരുടെ കീർത്തനങ്ങളിൽ മനം എന്നത് അല പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലയില്ലാത്തതാണെന്നും അതിനെ അടക്കി വാഴ്ന്നാൽ ജ്ഞാനത്തിലെത്താമെന്നും പറയുന്നുണ്ട്. അദ്ദേഹം പുറംപൂച്ചുകൾ, ആഡംബരങ്ങൾ, അലങ്കാരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പകരം മനഃശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. സ്വയം പരിശോധന ചെയ്ത് തന്നെത്താനെ അറിയുന്നത് ഏറ്റവും മുഖ്യം എന്നും ധർമ്മവഴിയിൽ നടന്ന് ഭഗവാനിൽ ചേരുന്നതാണ് ഒരു ജന്മത്തിന്റെ ആവശ്യകത എന്നെല്ലാം അദ്ദേഹം തന്റെ കീർത്തനങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ സിദ്ധർ കീർത്തനങ്ങളിലൂടെ തന്റെ തത്വങ്ങൾ ലളിതമായും സ്പഷ്ടമായും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നൽവഴിക്ക് നയിക്കാൻ പ്രയത്നിച്ചയാൾ. മായാവരം എന്ന മയിലാടുതുറ മയൂരനാഥർ കോവിലിൽ ശിവസന്നിധി ചുറ്റുപ്രകാരത്തിൽ ദക്ഷിണാമൂർത്തി സന്നിധിക്കരികിൽ കുദംബെ സിദ്ധർ സമാധി അടഞ്ഞതായി പറയപ്പെടുന്നു. കോവിലിൽ അദ്ദേഹത്തിന്റെ ജീവസമാധിയും അദ്ദേഹത്തിന് പ്രത്യേക സന്നിധിയുമുണ്ട്. ഇന്നും മഴ പെയ്യാൻ ഇവിടെ വിശേഷ പൂജകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലം 1800 ആണ്ടുകൾ 16 നാൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.